100 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ബേർഡ്സും ഡൈനസോഴ്സും ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഫാക്ച്വലായി പറഞ്ഞാൽ ഡ്രൊമയോസോറസ് അഥവാ റണ്ണിംഗ് ലിസാർഡ്സ് എന്ന ഡൈനസോർ ഫാമിലിയിൽ നിന്നുമാണ് ബേർഡ്സ് പിന്നീട് ഇവോൾവ് ആയത്. ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് എന്നീ സിനിമകൾ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും വെലോസിറാപ്റ്റർ എന്ന അതിവേഗത്തിൽ ഓടാൻ കഴിയുന്ന ഈ ഡൈനസോറിനെ. ഈ വെലോസിറാപ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞ റണ്ണിംഗ് ലിസാർഡ്സ് എന്ന ഫാമിലിയിൽ ഉൾപ്പെട്ടതാണ്. 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ഒരു ആസ്ട്രോയിഡ് കാരണമാണ് അന്ന് ഡൈനസോഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത്. എന്നാൽ ഒരു ആസ്ട്രോയിഡ് വന്ന് വീണിട്ടും ഡൈനസോഴ്സ് എല്ലാം മരിച്ചിട്ടും ചില ബേർഡ് സ്പീഷീസ് അതിനെ സർവൈവ് ചെയ്തു. ഈ ഇമ്പാക്റ്റിനെ ബേർഡ്സ് എങ്ങനെ സർവൈവ് ചെയ്തു എന്ന കാര്യത്തിൽ പല സയന്റിസ്റ്റിനും പല തിയറികളാണ്. ബേർഡ്സിന്റെ ഭക്ഷണ രീതിയാണ് അവരെ രക്ഷിച്ചതെന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. പല്ലുകൾ ഇല്ലാതിരുന്ന ഈ ബേർഡ് സ്പീഷീസിന്റെ മെയിൻ ഡയറ്റ് എന്ന് പറയുന്നത് നട്ട്സ്, ഫ്രൂട്ട്സ്, സീഡ്സ് എന്നിവയൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആസ്ട്രോയിഡ് വന്ന് വീണപ്പോൾ മീറ്റിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഡൈനോസോഴ്സ് പോലെയുള്ള ജീവികൾ മരിക്കുകയും ബേർഡ്സ് സീഡ്സ് പോലെയുള്ള ആഹാരങ്ങൾ കൊത്തിക്കഴിച്ച് അവരുടെ ജീവൻ നിലനിർത്തുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ചിറകുകളുടെ സഹായത്തോടു കൂടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗം പോകാൻ കഴിയുന്നതും ഇവർക്ക് ഒരു ഉപകാരമായി. ഇങ്ങനെയുള്ള പല തിയറികളാണ് ബേർഡ്സിനെ കുറിച്ചുള്ളത്. എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു ചരിത്രം ആർക്കും ഇന്നും അറിഞ്ഞൂടാ. പുതിയ പുതിയ ഫോസിൽസും DNA-സും ഒക്കെ കിട്ടും തോറും ബേർഡ്സിന്റെ സർവൈവൽ എങ്ങനെയായിരുന്നു എന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതുവരെ നമ്മുടെ സ്വന്തം പറവകൾ എങ്ങനെയായിരിക്കും അന്ന് സർവൈവ് ചെയ്തത്? എന്താണ് നിങ്ങൾക്ക്